എല്ലാവർക്കും നമസ്കാരം. ഒരു നക്ഷത്രം ഒരു പരിഹാരം എന്ന ഞങ്ങളുടെ പ്രതിവിധി പരമ്പരയുടെ ആദ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അത്തം നക്ഷത്രക്കാരെയും അവർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില പ്രതിവിധികളെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ കലാപരമായ കഴിവുകളും ആശയവിനിമയ ശേഷിയും കൂടുതലായിരിക്കും. ഇവർ ബുദ്ധിശാലികളും സൗന്ദര്യബോധമുള്ളവരുമാണ്. എന്നാൽ ചില സമയങ്ങളിൽ അമിതമായ ആലോചനകളും അമിത ആത്മവിശ്വാസവും ഇവർക്ക് വെല്ലുവിളിയായി മാറിയേക്കാം. അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില പ്രധാന പ്രതിവിധികൾ ഇതാ. വിഷ്ണുവിന്റെ അവതാരങ്ങളായ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അത്തം നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ചും ബുധനാഴ്ചകളിൽ ദർശനം നടത്തുന്നത് കൂടുതൽ ഗുണകരമാകും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ഐശ്വര്യവും നൽകും. കൂടാതെ ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നതും നല്ലതാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വിഷ്ണു പ്രീതിക്ക് കാരണമാകും. ഇത് ആഗ്രഹ സാഫല്യത്തിനും പാപമോചനത്തിനും സഹായിക്കുമെന്നാണ് വിശ്വാസം. പാവപ്പെട്ടവർക്ക് വസ്ത്രം, പുസ്തകങ്ങൾ, പഠനസാമഗ്രികൾ എന്നിവ ദാനം ചെയ്യുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും. കൂടാതെ പശുക്കൾക്ക് ഭക്ഷണം നൽകുന്നതും വളരെ നല്ലതാണ്. അത്തം നക്ഷത്രക്കാർക്ക് മുത്ത് ധരിക്കുന്നത് ഗുണകരമാണ്, കാരണം ഇത് മനസ്സിന് ശാന്തിയും വൈകാരിക സന്തുലിതാവസ്ഥയും നൽകാൻ സഹായിക്കും. ഒരു ജ്യോതിഷന്റെ ഉപദേശം തേടിയ ശേഷം മാത്രം രത്നം ധരിക്കുന്നത് ഉചിതമാണ്. അത്തം നക്ഷത്രത്തിന്റെ വൃക്ഷമായ അമ്പഴം നട്ടുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. അത്തം നക്ഷത്രത്തിൽ ജനിച്ച പ്രമുഖ വ്യക്തികളിൽ സ്വാമി വിവേകാനന്ദൻ, ജെ.സി. ബോസ്, ഒ.എൻ.വി. കുറുപ്പ്, ജി. ദേവരാജൻ മാസ്റ്റർ, കലാമണ്ഡലം ഗോപിമാഷ് എന്നിവർ ഉൾപ്പെടുന്നു. ഈ നാളിനെ സംബന്ധിച്ച് പെണ്ണത്തം പൊന്നത്തം എന്നൊരു ചൊല്ല് തന്നെ മലയാളനാട്ടിൽ നിലവിലുണ്ട്. ഈ പ്രതിവിധികൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും അഭിവൃദ്ധിയും കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഏത് നക്ഷത്രത്തെക്കുറിച്ചാണ് നിങ്ങൾ അറിയാൻ താൽപ്പര്യപ്പെടുന്നത്?